നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 1 സൈക്കോളജി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ആണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് കേട്ടറ്റ്, സെറ്റ്, സി-ടെറ്റ്, ബി.എഡ് ഫൈനൽ സെമസ്റ്റർ MCQ പരീക്ഷകൾക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നൽകുന്ന അക്കാഡമിയാണ് ഇഗ്നിയസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ജസ്റ്റ് 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ഇപ്പോൾ ക്ലാസ്സുകൾക്ക് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. റോബിൻ കണക്കിൽ വളരെ മോശമാണ്. താഴെ പറയുന്നതിൽ എന്താകാം അതിനുള്ള കാരണം? പഠനശൈലി, അഭിപ്രേരണ, അത്യന്തമായ ആകാംക്ഷ, മുന്നറിവുകളുടെ അഭാവം. ഇതെല്ലാം ഉത്തരമായിട്ട് വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള UN കൺവെൻഷൻ നടന്ന വർഷം ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം തെറ്റാകാനാണ് സാധ്യത. കാരണം 2006 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2006 ഡിസംബർ 13 എന്നതാണ് കൂടുതൽ ശരിയായ ഉത്തരം. 2006 ഡിസംബർ 13. തന്റെ പാവയോട് 4 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നു. അതിന്റെ ഉത്തരം എന്താണ്? അനിമിസ്റ്റിക് ചിന്ത എന്നതാണ് ഉത്തരം. പാവയോട് സംസാരിക്കുന്ന കുട്ടിയുടെ പ്രത്യേകത അനിമിസ്റ്റിക് ചിന്ത എന്നത് ആണ്. സ്ഥാനാന്തരണം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ 1, 2 എന്നിവ ശരിയാണ്. അധ്യാപകന്റെ ശിക്ഷ ലഭിച്ച കുട്ടി വീട്ടിൽ വന്ന് സ്വന്തം അനുജനെ ആക്രമിക്കുന്നു. പ്രിൻസിപ്പാളിന്റെ വഴക്ക് കേട്ട ഉദ്യോഗസ്ഥൻ തിരിച്ച് ഒന്നും പ്രതികരിക്കാതെ വീട്ടിൽ വന്ന് ഭാര്യയെ വഴക്ക് പറയുന്നു. അപ്പോൾ മറ്റൊരിടത്തേക്ക് ചാനലൈസ് ചെയ്യുന്നതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. അപ്പോൾ 1ഉം 2ഉം ഓപ്ഷൻ സി ആണ് ശരി. ഓപ്ഷൻ സി. ഗിഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധിയുടെ ത്രിമാന മാതൃക അല്ലെങ്കിൽ SOI മോഡൽ അല്ലെങ്കിൽ SI മോഡൽ ഓഫ് ഇന്റലിജൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്നതാണ് വേറിട്ട് നിൽക്കുന്നത്. മറ്റുള്ള ഘടകങ്ങളെ അവഗണിച്ച് ഒരു ഘടകത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുട്ടിയുടെ പ്രത്യേകതയെ കേന്ദ്രീകരണം അല്ലെങ്കിൽ സെൻട്രേഷൻ എന്ന് പറയും. സെൻട്രേഷൻ. അടുത്ത 7ാമത്തെ ചോദ്യം. പെൺകുട്ടികൾ പ്രകൃത്യാലെ പരിപാലകരും ആൺകുട്ടികൾ പ്രകൃത്യാലെ നേതാക്കളുമായിരിക്കും എന്നത് എന്തിനുദാഹരണം ആണ്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. സ്ഥിര രൂപമാണ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്നതിന് ഉദാഹരണം ആണ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷാ വികസനത്തിന് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാം? നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങൾ തരംതിരിക്കുക ശരിയാണ്. കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ച് അക്ഷരങ്ങൾ നിർമ്മിക്കുക ശരിയാണ്. വിരലടയാളം ഉപയോഗിച്ച് അക്ഷരങ്ങൾക്ക് നിറം പകരുക ശരിയാണ്. അക്ഷരങ്ങൾ കൊണ്ടുള്ള ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനം അതും ശരിയാണ്. 1, 2, 3, 4 ഇവയെല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഒരു ഉൾച്ചേർക്കൽ ക്ലാസ് മുറിയിൽ അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ അധ്യാപകൻ എങ്ങനെയായിരിക്കും? വ്യത്യസ്ത പഠന സാങ്കേതികങ്ങൾ ഉപയോഗിക്കും ശരിയാണ്. കുട്ടികളുടെ ഓട്ടോണമി പരിപോഷിപ്പിക്കും ശരിയാണ്. സഹവർത്തിതം അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ് ആക്ടിവിറ്റി നൽകും ശരിയാണ്. സുരക്ഷിതവും ഋണാത്മകവുമായ പരിസരം സൃഷ്ടിക്കുന്നു അതും ശരിയാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. പേശി ചാലക വികസനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി. 1.5 വയസ്സാകുമ്പോൾ നടന്നു തുടങ്ങുന്നത് പേശി ചാലക വികാസത്തിന് ഉദാഹരണം ആണ്. അബ്രഹാം ഹരോൾഡ് മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒഴിഞ്ഞുപോയ ഭാഗത്ത് ഉൾപ്പെടുത്താവുന്ന ആവശ്യം ഏതാണ്? അത് സെൽഫ് എസ്റ്റീം നീഡാണ്. അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആത്മബഹുമാന ആവശ്യങ്ങൾ. സ്കൂളിലേക്കുള്ള തന്റെ ആദ്യ ദിനത്തിൽ റോബൻ ഒന്നിനു പുറകെ ഒന്നായി 3 കുട്ടികളെ കണ്ടു. 3 പേരും റോബനെ നോക്കി ചിരിച്ചു. ഈ സ്കൂളിലെ കുട്ടികളെല്ലാം നല്ല സുഹൃത്തുക്കളാണെന്ന നിഗമനത്തിൽ റോബൻ എത്തിച്ചേരുന്നു. ഇത് ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ് ആണ്. അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ ഒരു പ്രത്യേകതയാണ്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ വെച്ചിട്ട് മറ്റെല്ലാ സിറ്റുവേഷനും അതുപോലെയാണെന്ന് കരുതുന്നതിനെ ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയും. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ലിംഗ അനന്യത അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി വികസിക്കുന്ന ഘട്ടം ഏത് ഘട്ടത്തിലാണ്? ഫാലിക് സ്റ്റേജിലാണ്. ഓർത്തിരിക്കുക. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കർഷകൻ പ്രകൃതിപരമായ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർഷകൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. സൂക്ഷ്മപേശി ചാലക വികസനത്തിന് ഏറ്റവും യോജിച്ച പ്രവർത്തനം ഏതൊക്കെയാണ്? 3ഉം 4ഉം ആണ്. സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നു. സ്ക്രൂ ഇടാനും അഴിക്കാനുമുള്ള കളിപ്പാട്ടം നൽകുന്നു. ഓപ്ഷൻ 3 and 4 അതായത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന സഹായക സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അസിസ്റ്റീവ് ടെക്നോളജി അത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അസിസ്റ്റീവ് ടെക്നോളജിയിൽ വരുന്നത് ഏതൊക്കെയാണ്? വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ ശരിയാണ്. വീൽ ചെയർ ശരിയാണ്. വലിയ പ്രിന്റുകളോട് കൂടിയ പുസ്തകം ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിനകത്ത് വരും. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. ചേരുംപടി ചേർക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്.
സ്കീമ എന്ന ആശയം പിയാഷെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഐഡന്റിറ്റി ക്രൈസിസ് എറിക്സനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ZPD വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. പഠനത്തിനായുള്ള മൂല്യനിർണ്ണയമായി നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്. ക്ലാസ്സിൽ നടക്കുന്ന ചർച്ചകൾ പഠനത്തിനായുള്ള മൂല്യനിർണ്ണയമാണ്. ക്ലാസ്സിന്റെ ഇടയിൽ സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരി പഠനത്തിനായുള്ള വിലയിരുത്തൽ ആണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ ഉത്തരം ആയിട്ട് വരുന്നത്. 1ഉം 2ഉം ഓപ്ഷൻ സി ആണ് ശരി. കണ്ടീഷനിങ്ങിന് ശേഷമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? കണ്ടീഷനിങ്ങിന് ശേഷം കണ്ടീഷന്റെ റെസ്പോൺസ് ആണ്. കണ്ടീഷൻ ചെയ്യപ്പെട്ട പ്രതികരണം എന്താണ്? മണിനാദം കേൾക്കുമ്പോൾ പട്ടി ഉമിനീർ സ്രവിക്കുന്നു എന്നത് കണ്ടീഷൻ ചെയ്യപ്പെട്ട പെരുമാറ്റമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത 20ാമത്തെ ചോദ്യം. ക്ലാസ്സിൽ പ്രീ പ്രൈമറി പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ചിരിക്കുന്നു. പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് ചിരിക്കുന്നു. വികാരങ്ങൾ ക്ഷണികമാണ്, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ട്രാൻസിറ്ററി എന്നാണ് ശരി. തെറ്റായ ബന്ധം ഏതാണ്? തെറ്റായ ബന്ധം ഏതാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം, വസ്തുസ്ഥൈര്യത ഇല്ലാതിരിക്കുക, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. തെറ്റായത് കണ്ടെത്തുക. ഇന്ദ്രിയ ചാലക ഘട്ടം വസ്തുസ്ഥൈര്യത ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് തെറ്റ്. എറിക് എറിക്സന്റെ അടുത്തൊരു ചോദ്യം. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ കുട്ടി അനുഭവിക്കുന്ന ആദ്യത്തെ മനോസാമൂഹിക പ്രതിസന്ധി ഏതാണ്? മനോസാമൂഹിക പ്രതിസന്ധി ഏതാണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അല്ലെങ്കിൽ വിശ്വാസം വേഴ്സസ് അവിശ്വാസം എന്നതാണ് ഇതിനകത്ത് വരുന്നത്. ലിംഗ അനന്യത അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി എന്ന ആശയം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റോബർട്ട് ജെ സ്റ്റോളർ ആണ്. റോബർട്ട് ജെ സ്റ്റോളർ ആണ് ലിംഗ ഐഡന്റിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ജനറൽ എക്സൈറ്റ്മെന്റ് ഏത് ഡെവലപ്മെന്റൽ സ്റ്റേജിലെ പ്രത്യേകതയാണ്? ഇൻഫൻസിയിലെ പ്രത്യേകതയാണ് ജനറൽ എക്സൈറ്റ്മെന്റ്. അടുത്ത ഫിക്സഡ് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 5 ശരി ഉത്തരങ്ങൾക്ക് പറയുന്ന കുട്ടിക്ക് 1 സ്റ്റാർ നൽകുന്നു. ശരിയാണ്. ഫിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്, റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ആണ്. 10 പദ്ധതി രൂപരേഖ വീതം തയ്യാറാക്കിയ കുട്ടിക്ക് അധ്യാപകൻ ഒരു സമ്മാനം നൽകുന്നു, അതും ശരിയാണ്. ശരിയുത്തരം പറയുന്ന മുറയ്ക്ക് നൽകുന്നു, അത് തെറ്റാണ്. 5 കാറുകൾ വീതം നൽകുന്ന വിൽപ്പന നടത്തുന്ന ജോലിക്കാരന് പ്രൊമോഷൻ കിട്ടുന്നു. അപ്പൊ ഇവിടെ എല്ലാം ഫിക്സഡ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ആണ് ഉള്ളത്, കൃത്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1, 2, 4 എന്നതാണ് ഉത്തരം ശരിയായിട്ട് വരുന്നത്. 1, 2, 4 ഓപ്ഷൻ എ ആണ് ശരി. ഓപ്ഷൻ എ. ഏറ്റവും ശരിയായി ചേരുന്നത് ഏതൊക്കെയാണ്? ഏറ്റവും ശരിയായി ചേരുന്നത് ഏതൊക്കെയാണ്? ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായനാ വൈകല്യമാണ് ഡിസ്ലെക്സിയ. ഏറ്റവും ശരിയായത് ഓപ്ഷൻ എ, ഡിസ്ലെക്സിയ ആണ് ഏറ്റവും ശരിയായത്. ഡിസ്ലെക്സിയ. അടുത്ത 27ാമത്തെ ചോദ്യം. സാൻമാർഗിക വികസന തത്വങ്ങളിലെ പ്രീ കൺവെൻഷന്റെ കാലഘട്ടം 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ് പ്രീ കൺവെൻഷണൽ ലെവലിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പ്രതിഭാധനനായ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി അവിടെ അധ്യാപകർ സ്വീകരിച്ചത് ഏത് രീതിയാണ്? ഏത് രീതിയാണ്? ത്വരിതപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ആണ്. ജാമറ്റ് എന്ന കുട്ടിയുടെ കാഴ്ചയിൽ നിന്ന് പാവയെ മാറ്റിയപ്പോഴേക്കും ജാമറ്റ് പാവയെ പൂർണ്ണമായും മറന്നുപോയി. പിയാഷെയുടെ അഭിപ്രായത്തിൽ അവൾ ഏത് ഘട്ടത്തിലാണ്? ഏത് ഘട്ടത്തിലാണ്? ഇന്ദ്രിയ ചാലക ഘട്ടത്തിൽ ആണ്. ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രത്യേകത കുട്ടി കാണിക്കുന്നത്. നല്ല കുട്ടി എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കുട്ടി മോറൽ സ്റ്റാൻഡേർഡ്സ്, നൈതിക വികാസം നടത്തുന്നു എങ്കിൽ ആ കുട്ടി ഏത് സ്റ്റേജിലാണ്? ഏത് സ്റ്റേജിലാണ് ആ കുട്ടി? കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിലാണ്. കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് അല്ലെങ്കിൽ ഔപചാരിക ഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് 2ാമത്തെ ഘട്ടത്തിൽ ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സൈക്കോളജി ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.